എല്ലാവർക്കും സാദര നമസ്കാരം. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് അല്പസമയം നാം സനാതന ധർമ്മികൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്. എങ്ങനെയാണ് ഹിന്ദു ആയതെന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും ഹിന്ദു ആയതുകൊണ്ടാണ് നമ്മളെല്ലാം ഹിന്ദുവായത്. 4 ടൈപ്പ് ഹിന്ദുക്കളാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ളത്. മറ്റൊരു മതത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത ടൈപ്പാണ് ഈ 4 ടൈപ്പ്. നമ്മളെല്ലാം മലയാളികളായതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ വിശേഷങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ടും നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ഒന്നാമത്തെ ഹിന്ദു, ഞാനൊരു ഹിന്ദുവായതിൽ അഭിമാനിക്കുന്ന ഹിന്ദുവാണ്. എനിക്ക് 4 വേദങ്ങളുണ്ട്, 5 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും 64 കലകളും അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവും സംഗീതശാസ്ത്രവും വാനനിരീക്ഷണവും, അങ്ങനെ സ്വന്തമായിട്ട് നമുക്കില്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലാ മേഖലയിലും ശ്രദ്ധ പതിപ്പിച്ചവരായിരുന്നു നമ്മുടെ പൂർവികന്മാർ. തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രമുണ്ട്, തഞ്ചാവൂർ. നിങ്ങൾ ഭാരതത്തിലൊക്കെ വരുമ്പോൾ, കേരളത്തിലൊക്കെ വരുമ്പോൾ തഞ്ചാവൂരിലൊന്ന് പോകണം. പലരും പോയിട്ടുണ്ടാവും. 1800 വർഷം പഴക്കമുള്ള ആ ക്ഷേത്രത്തിലെ ഗോപുരങ്ങൾ നിർമ്മിച്ചത് 36 ലക്ഷം ശില്പങ്ങളാണ് ആ ഒരു ഒറ്റ ക്ഷേത്രത്തിലുള്ളത്. അതിൻ്റെ ഓരോ ഗോപുരങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ വലിയ തെങ്ങുണ്ടല്ലോ, ഹൈറ്റ് കൂടിയ തെങ്ങ്, അതിനേക്കാൾ വലിപ്പമുണ്ട്. എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഏറ്റവും വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിരുന്നു ഭാരതം. ഇനി ഹിന്ദുക്കളായ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? വേദമാണ്. അതിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഋഗ്വേദത്തിന്റെ ഉപവേദം ആയുർവേദമാണ്. ആയുർവേദം ആധ്യാത്മിക ഗ്രന്ഥമാണോ? അല്ല, അത് ശാസ്ത്രഗ്രന്ഥമാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശാസ്ത്രകാരന്മാർ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളത് അലോപ്പതി മെഡിസിനാണ്. പക്ഷെ നമുക്കറിയാം, ഓരോ അലോപ്പതി മെഡിസിനും അതിൻ്റെ സൈഡ് എഫക്റ്റുകളുണ്ട്. ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല. പ്രകൃതിയിലെ ഒരു ജീവിയായ മനുഷ്യന് രോഗം വന്നാൽ പ്രകൃതിയിലൂടെ തന്നെ എങ്ങനെ ചികിത്സിക്കാം? പ്രശ്നങ്ങൾ പ്രകൃതിയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരവും ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ട് എന്നതാണ് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ ആദ്യം പറയുക സൗഖ്യമാണ്, എങ്ങനെ രോഗം വരാതെ ജീവിക്കാം. രണ്ടാമത് ആതുരം, എങ്ങനെ രോഗം വന്നാൽ ചികിത്സിക്കാം. ആദ്യം പറയുന്നത് എങ്ങനെ രോഗം വരാതെ ജീവിക്കാം. നോക്കൂ, അന്താരാഷ്ട്ര യോഗ നിങ്ങളും ചെയ്തില്ലേ? UK കാരും USA കാരും സൗദി അറേബ്യക്കാരും 42 ഇസ്ലാമിക രാജ്യങ്ങളടക്കം ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ. അപ്പൊ യോഗ ലോകത്തിൻ്റെതാണ്, സമസ്ത ലോകത്തിൻ്റെതുമാണ്. ആരുടേതാണ് യോഗ? അത് ഭാരതത്തിൻ്റെതാണ്. ഇന്ന് പല യൂണിവേഴ്സിറ്റികളിലും അർത്ഥശാസ്ത്രം ഒരു പാഠ്യവിഷയമാണ്, ഭാരതത്തിൻ്റെതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കൈവക്കാത്ത മേഖലയില്ല. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിഞ്ഞ ഒന്നാമത്തവനാണ് അഭിമാനിയായ ഹിന്ദു. എനിക്കെന്തുണ്ട്? ആരാണ് എൻ്റെ പൂർവികന്മാര്? ഏതൊക്കെ ശാസ്ത്രങ്ങളിലാണ് നമുക്ക് സ്വാധീനമുണ്ടായിരുന്നത്? നമ്മൾ എന്താണ്, നമ്മൾ എന്തല്ല, എന്താണെന്ന് മാത്രമല്ല എന്തല്ല എന്ന് കൂടി തിരിച്ചറിയണം. ഇതാണ് ഒന്നാമത്തെ ഹിന്ദു. നമ്മളെല്ലാവരും അഭിമാനികളായ ഹിന്ദുക്കളാണ്. രണ്ടാമത്തെ ഹിന്ദുവാണ് ഏറ്റവും കൂടുതലുള്ളത്, വിശ്വാസിയായ ഹിന്ദു. അച്ഛനും അമ്മയും ഹിന്ദുവായി, അവരമ്പലത്തിൽ പോകുന്നത് എന്നെയും കൊണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്പലത്തിൽ പോയി. അവരിങ്ങനെയാണ് തൊഴുന്നത്, അതുകൊണ്ട് ഞാനും കാലാകാലം ഇങ്ങനെ തൊഴുന്നു. എന്നാൽ ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ എനിക്കറിയില്ല. ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ എനിക്കറിയില്ല. ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ അതിന് എൻ്റെ കയ്യിൽ കൃത്യമായ മറുപടിയില്ല. ഹിന്ദുക്കൾ കല്ലിനെ മണ്ണിനെ ആരാധിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ എനിക്കറിയില്ല. ഈശ്വരനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു വിശ്വാസിയാണ്. എനിക്ക് ദൈവത്തിലും വിശ്വാസമുണ്ട്, എനിക്ക് പ്രേതത്തിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി 2 മണിയായി കഴിഞ്ഞാൽ എനിക്ക് അമ്പലത്തിന്റെ അടുത്തുകൂടെ വഴി നടക്കുവാൻ പേടിയാണ്. പകൽ ഞാൻ ആരാധിച്ചു ദൈവത്തെ, പക്ഷെ രാത്രി ഞാൻ ആരാധിച്ച ദൈവം എനിക്ക് വില്ലനാണ്. ഇപ്പം നമ്മൾ കുട്ടികളുടെ ക്യാമ്പ് നടത്താറുണ്ട്. അപ്പോൾ മക്കളോട് ചോദിക്കും, ദൈവം ഉണ്ടോ? അപ്പോൾ അവർ പറയും ദൈവമൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ പ്രേതം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും പ്രേതം ഇല്ല എന്ന് പറയും. അപ്പോൾ ചോദിച്ചു, ഈ യക്ഷി എന്ന് പറയുന്ന ആൾ ഉടുക്കുന്ന ഡ്രസ്സ് ഏതാണ്? അപ്പോൾ പറയുന്നത് വൈറ്റ് ആണ്.
യക്ഷി ഉടുക്ക വൈറ്റാണ്. യക്ഷി മുടി അഴിച്ചിടുമോ കെട്ടുമോ? യക്ഷി മുടി അഴിച്ചാണ് ഇടുക. അപ്പൊ യക്ഷി ഇല്ല എന്ന് പറയും. യക്ഷിയെക്കുറിച്ചുള്ള സങ്കല്പം മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും. ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കാളേറെ പ്രബലമായിട്ട് പ്രേതത്തെക്കുറിച്ച് സങ്കല്പമുള്ളവരാണ് രണ്ടാമത്തെ ഹിന്ദു. അതുകൊണ്ടാണ് രാത്രി 2 മണിക്ക് അമ്പലത്തിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഇവന് ഭയപ്പാടുണ്ടാകുന്നത്. എന്നാൽ കൃത്യമായിട്ട് ശബരിമലക്ക് പോവും, അമ്പലത്തിൽ പോവും, നേർച്ച, വെള്ളാട്ട്, പുഷ്പാഞ്ജലി എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നവനാണ് രണ്ടാമത്തെ ഹിന്ദു. ഇതാണ് ഹിന്ദു ഭക്തന്മാരിൽ 90%. അവർക്ക് ഹിന്ദുവിനോട് ഒരു വെറുപ്പില്ല എന്ന് മാത്രമല്ല, അവരാണ് ഹിന്ദുവിനെ നിലനിർത്തുന്നത്. പക്ഷെ ഇതെന്താണെന്ന് ചോദ്യമൊന്നും അവരോട് ചോദിക്കാൻ പാടില്ല. മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെയായിരുന്നു അമ്പലത്തിൽ പോയപ്പോൾ ചെയ്തത്, അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു എന്ന് പറയുന്നവനാണ് രണ്ടാമത്തെ ഹിന്ദു. മൂന്നാമത്തെ ഹിന്ദു ആരാണ്? റിലീജിയൻ എന്നൊരു കോളമുണ്ട് നമുക്ക്. അതിന്റെ തൊട്ടപ്പുറം കാസ്റ്റ് എന്നൊരു കോളമുണ്ട്. ഇത് രണ്ടും പൂരിപ്പിക്കും. റിലീജിയൻ എന്ന കോളം ഹിന്ദു എന്ന് പൂരിപ്പിക്കും. അപ്പുറം വാലുണ്ടല്ലോ കാസ്റ്റ്, അതും പൂരിപ്പിക്കും. എന്നിട്ട് ഹിന്ദുവിനിട്ട് എന്തൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ശബരിമലയിൽ രഹന ഫാത്തിമയും കൊണ്ടുപോകും. അമ്പലം ചുമരല്ലേ വിഗ്രഹം കല്ലല്ലേ എന്ന് പറയും. അതായത് ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ഹിന്ദു. നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ വിശ്വാസികളാണ്, അഭിമാനികളുണ്ട്. എന്നാൽ ഈ ടൈപ്പ് ഹിന്ദുവും കേരളത്തിൽ പ്രബലമാണ്. അവർ ചിലപ്പോൾ പലപ്പോഴും ബുദ്ധിജീവികളായിട്ട് അറിയപ്പെടും. ഹിന്ദുക്കൾക്ക് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാകും. കാരണം നമ്മൾ 1982 എറണാകുളത്ത് വെച്ച് വിശാല ഹിന്ദു സമ്മേളനം ചേർന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് തീരുമാനമെടുത്തു, കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുക. 30 ദിവസവും നിങ്ങൾ രാമായണം വായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വലിയ ബഹളം ഉണ്ടായി കേരളത്തിൽ. നിങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് കേരള ജനതയെ കൊണ്ടുവരുന്നു, രാമായണം വായിച്ചിട്ട് ഇപ്പൊ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ ഹിന്ദുക്കൾ ഇത് മൈൻഡ് ചെയ്തില്ല. നമ്മൾ പതുക്കെ ഇത് ഏറ്റെടുത്തു. നമ്മൾ മുന്നോട്ട് പോയി. ക്ഷേത്രങ്ങളെല്ലാം രാമായണം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു, രാമായണത്തിലെ 6ാമത്തെ കാണ്ഡം വായിക്കരുത്, അത് യുദ്ധകാണ്ഡമാണ്, വീട്ടിൽ യുദ്ധം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു കാണ്ഡം ഒഴിവാക്കി. ആകെ 7 കാണ്ഡം ഇതിലുള്ളൂ. പിന്നെ പറഞ്ഞു ഉത്തരകാണ്ഡം വായിക്കരുത്, അത് വായിച്ചാൽ ഒത്തിരി സങ്കടമാവും. കാരണം രാമൻ സീതയെ പരിത്യജിക്കുന്നത് ഉത്തരകാണ്ഡത്തിലാണ്. അപ്പൊ അത് വായിക്കാം. അങ്ങനെ ആ കാണ്ഡം ഒഴിവാക്കി. 5 കാണ്ഡായി. പിന്നീടൊരു പ്രോബ്ലം ഇവർ പറഞ്ഞത് സന്ധ്യക്ക് വായിക്കരുത്. എന്തേ കാരണം? ഹനുമാൻ സ്വാമി പിണങ്ങും പോലും. പിന്നെ നമ്മളിത് എപ്പോൾ വായിക്കണം? നട്ടുച്ച സമയത്തോ? വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കലാണ് മൂന്നാമത്തെ ഹിന്ദുവിന്റെ പണി. പക്ഷെ അവരൊരിക്കലും ചാർവാകന്മാരല്ല. നമ്മൾ ഹിന്ദുക്കൾ വാൽമീകിയെ വിളിച്ചത് വാൽമീകി മഹർഷി എന്നാണ്. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എഴുതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചത് ചരക മഹർഷി എന്നാണ്. കാമശാസ്ത്രം എഴുതിയ വാത്സ്യാനെയും മഹർഷി എന്ന് വിളിച്ച ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നായിരുന്നു. ദൈവമുണ്ട് എന്ന് പറഞ്ഞാളും ദൈവമില്ല എന്ന് പറഞ്ഞാളെയും ഒരുപോലെ അംഗീകരിച്ചൊരു സംസ്കാരം. ദൈവമുണ്ട് എന്ന് പറഞ്ഞാൾ മഹർഷിയാണ്, ദൈവമില്ല എന്ന് പറഞ്ഞാൾ മഹർഷിയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഹിന്ദുത്വ, വാട്ട് ഈസ് ഹിന്ദുത്വ? ആബ്സല്യൂട്ട് ഫ്രീഡം. ആബ്സല്യൂട്ട് ഫ്രീഡം. അമ്പലത്തിൽ പോകാനും പോകാതിരിക്കാനും, രാമനെ ആരാധിക്കുവാനും രാമനെ വിമർശിക്കുവാനും, രാവിലെ എഴുന്നേറ്റ് മതഗ്രന്ഥം വായിക്കാനും വായിക്കാതിരിക്കാനും, ചോദ്യം ചെയ്യുവാനും ചോദ്യം ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് യോഗവാസിഷ്ടത്തിൽ വാൽമീകി മഹർഷി പറയുന്നു, ആരാണ് ഒരു ഹിന്ദു? യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാതപി. യുക്തിയുക്തമായത്, ബുദ്ധിക്ക് ചേരുന്നത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കൂ. അന്യത് യുക്തിരഹിതമായത് തൃണമിവത്യാജ്യം, പുല്ലുപോലെ വലിച്ചെറിയൂ. അപ്യുക്തം പത്മജന്മനാം, സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് നമ്മുടെ യുക്തിക്ക് ചേരാത്തത് പറഞ്ഞാൽ ബ്രഹ്മാവിനോട് എന്ത് പറയണം? ഗെറ്റ് ഔട്ട്. അത് പറയാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ് ഹിന്ദു. ഈശ്വര വിശ്വാസിയെയും ഈശ്വര നിഷേധിയെയും മഹർഷി എന്ന് വിളിച്ചതാണ് നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് നമുക്ക് മുഴുവൻ ഫ്രീഡം കുറച്ച് ഓവറായിപ്പോയി. ഹിന്ദുവിന്റെ ഫ്രീഡം വളരെ ഓവറാണ്. നിങ്ങൾ അവിടെ ഒന്നും എങ്ങനെയാണ് ഫ്രീഡം എന്ന് എനിക്കറിയില്ല. ഇവിടെ വല്ലാത്ത ഫ്രീഡമാണ്. ആ ഫ്രീഡം എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയെ ഉടുതുണിയില്ലാതെ വരക്കാം, ഭരതമാതാവിനെ ഉടുതുണിയില്ലാതെ വരക്കാം, ഗണപതി ഹോമത്തിന്റെ നിലവിളക്ക് ചവിട്ടിത്തെറിപ്പിക്കാം. ഇതൊക്കെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഹിന്ദുവാണ് മൂന്നാമത്തെ ഹിന്ദു.
ആരാണ് നാലാമത്തെ ഹിന്ദു? ഞങ്ങൾ ഹിന്ദുക്കളെയല്ല എന്ന് പറയുന്നവർ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നവരാണ് നാലാമത്തെ ഹിന്ദു. ആണോ? ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നവൻ. ഏതാണ് ഹിന്ദുസ്ഥാൻ? വിഷ്ണു പുരാണം പറയും, ഹിമാലയം സമാരഭ്യ യാവദിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസാഗരം വരെ, ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം അതുവരെ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ. നമ്മുടെ മണ്ണിന് 3 പേരുണ്ട്. 1 ഇന്ത്യ, 2 ഭാരതം, 3 ഹിന്ദുസ്ഥാൻ. ഇന്ത്യ എന്നത് സായിപ്പ് നമുക്ക് നൽകിയ പേരാണ്. ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം ഭാസിൽ രമിക്കുന്നത്. ഭ എന്നാൽ പ്രകാശം, പ്രകാശത്തിൽ രമിക്കുന്നത് ഭാരതം. 3ാമത്തേത് ഹിന്ദുസ്ഥാൻ, ഹിമാലയത്തിനും സിന്ധുവിനിടയിൽ ജീവിക്കുന്ന മണ്ണ്. അപ്പൊ ഹിമാലയത്തിന്റെ ഹിയും സിന്ധു സമുദ്രത്തിന്റെ എന്തും ചേർന്നാൽ ആരായി? ഹിന്ദു. അപ്പൊ 143 കോടി ജനങ്ങൾ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത്, വലിപ്പത്തിൽ 7ാം സ്ഥാനത്താണ് ഇന്ന് ഭാരതം. ഈ 143 കോടി ജനങ്ങളും വസിക്കുന്ന എവിടെയാണ്? ഹിമാലയത്തിനും സിന്ധുവിനും ഇടയിലായതുകൊണ്ട് ടോട്ടൽ ഭാരതീയന്റെയും സാംസ്കാരിക നാമമാണ് ഹിന്ദു. അതുകൊണ്ടാണ് 1995 ഡിസംബർ 11-ാം തീയതി ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞു, ഹിന്ദുത്വ ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ, ഇറ്റ് ഈസ് ദ വേ ഓഫ് ദ ലൈഫ് ഓഫ് ദ നേഷൻ. ഹിന്ദുത്വ ഒരു മതമല്ല, അത് ഈ രാഷ്ട്രത്തിന്റെ ജീവിത പദ്ധതിയാണ്. മഹാത്മാഗാന്ധി 46-ൽ ഹിന്ദുധർമ്മ എന്ന പുസ്തകത്തിൽ പറഞ്ഞു, ഹിന്ദുത്വം തന്നെയാണ് ഈ നാടിന്റെ ദേശീയത. അതായത് ഈ മണ്ണിന്റെ 3 പേരുകൾ ഇന്ത്യ, ഭാരതം, ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവനാരോ ഹിന്ദു, അവന്റെ രാഷ്ട്രത്തിന്റെ പേര് ഹിന്ദു രാഷ്ട്രം. അല്ലാതെ വർഗീയവാദികളുടെ രാഷ്ട്രത്തിന്റെ പേരൊന്നുമല്ല ഇത്. ഹിന്ദു രാഷ്ട്രം എന്നൊന്ന് പറഞ്ഞാൽ ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയാണ് 4ാമത്തെ ഹിന്ദു. ഞങ്ങൾ ഹിന്ദുക്കളെ അല്ല എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളൊക്കെ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നവരാണ്. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മുസ്ലിം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹിന്ദുക്കളാണ്, അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിത് കൊടുത്തു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതവുമായി വരുമ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. നമ്മൾ അവരെ സ്വീകരിച്ചു, നമ്മൾ അവർക്ക് ചർച്ച് പണിത് കൊടുത്തു. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകത്തിലെ 16 രാജ്യങ്ങൾ അവരുടെ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചു. ഇന്നലെ ആയിരുന്നു ഭൂട്ടാൻ അവരുടെ പരമോന്നത ബഹുമതി നൽകിയത്. 7 ഇസ്ലാമിക രാജ്യങ്ങളടക്കം അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച പ്രധാനമന്ത്രിക്ക് ഇസ്രായേൽ അവരുടെ പരമോന്നത ബഹുമതി കൊടുത്തു. അന്ന് ഇസ്രായേലിന് 2 ദിവസം ലീവായിരുന്നു. ഇസ്രായേൽ പറഞ്ഞ കാര്യം ഇതായിരുന്നു, ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്ന സമയത്ത് ജൂതന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പൊടിയാതെ ജൂതനെ സംരക്ഷിച്ച ഒരു നാടുണ്ട്, അതാണ് ഭാരതം. ആ നാടിന്റെ പ്രധാനമന്ത്രി എവിടത്തേക്ക് വരുന്നു? ഭാരതത്തിലെ പ്രധാനമന്ത്രി നമ്മുടെ ഇസ്രായേലിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇസ്രായേൽ 2 ദിവസം ലീവാണ്. പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു. പാലസ്തീനും അവിടെ പരമോന്നത ബഹുമതി നൽകി മോദിജിയെ ആദരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിൽ ഏറ്റവും ചെറിയൊരു രാജ്യത്തിനുള്ളിൽ 1 കോടിയിൽ താഴെ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ജനവിഭാഗമാണ് ജൂതന്മാർ. ലോകത്തിന്റെ ഭൂപടത്തിൽ ജൂതന്മാരുടെ എണ്ണം ഇസ്രായേലിലെഴുത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും, 97,50,000. നമ്മൾ കേരളത്തിൽ മലബാർ എന്ന് പറയുന്ന 4 ജില്ലകളിലുള്ള അത്രയും ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് നൽകിയതിന്റെ കാരണം അവരുടെ പൂർവികന്മാരുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പൊടിയാതെ അവരെ സംരക്ഷിച്ചു ഭാരതം. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന് എഴുതി വെച്ചത് കൊണ്ടാണ് എല്ലാ മതങ്ങൾക്കും ഇവിടെ തുല്യ സ്വാതന്ത്ര്യം. തെറ്റ്. 950 ജനുവരി 26-ന് ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്കുണ്ടായിരുന്നില്ല, സെക്യുലറിസം. പിന്നീട് എപ്പോഴാണ് ഇത് വന്നതെന്നറിയോ? 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 975-ൽ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. എന്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ശില്പി ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർക്കാതിരുന്നത്? കാരണം ഈ മതങ്ങളെല്ലാം ഉത്ഭവിച്ചതിന് ശേഷം, കമ്മ്യൂണിസവും കോൺഗ്രസും BJPയും എല്ലാം രൂപം കൊള്ളുന്നതിന് മുമ്പ്, സായിപ്പ് ഈ മണ്ണിലേക്ക് വരുന്നതിന്റെ എത്രയോ ശതാബ്ദങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിലേക്ക് വന്ന ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സിയെ എല്ലാം
ഇരു കൈകൾ നീട്ടി സ്വീകരിച്ച് അവരെ എല്ലാം മാറോട് ചേർത്ത് വെച്ച സംസ്കാരത്തിന്റെ പേരാണ് ഹിന്ദുത്വം. എന്താണ് നമ്മുടെ പ്രാർത്ഥന? ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി. നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും സെലക്ട് ചെയ്തോളൂ, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരൻ വന്നു ചേരും. അതുകൊണ്ട് ഹിന്ദുക്കളായ നമുക്ക് 33 കോടി ദൈവങ്ങളാണ്. ഈശ്വരൻ ഏകമേവം അദ്വിതീയം ബ്രഹ്മ. വേദങ്ങൾ പറയും രണ്ടില്ലാത്ത ഒന്ന്. ആര്? ഈശ്വരൻ. ഈശ്വരൻ എന്നാൽ എന്താണ്? ഒരിക്കലും ഉണ്ടാക്കപ്പെടാത്തത്, ഒരിക്കലും സൃഷ്ടിക്കപ്പെടാത്ത സത്യമാണ്. ഇപ്പൊ എനർജിയുടെ നിർവചനം എന്താ? ഊർജം, എനർജി സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ? 9ാം ക്ലാസ്സിലാണ് തോന്നുന്നു പഠിച്ചത്. എനർജി ക്യാൻ നെതർ ബി ക്രിയേറ്റഡ് ആൻഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. വൺ ഫോം ഓഫ് എനർജി ക്യാൻ ചേഞ്ചസ് അനദർ ഫോം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈശ്വരൻ ഒരിക്കലും ഉണ്ടായതല്ല, അതുകൊണ്ട് ഈശ്വരൻ ഒരിക്കലും മരണവുമില്ല. എന്നാൽ ബ്രഹ്മാവിന് മരണമുണ്ട്. നമ്മുടെ സങ്കല്പപ്രകാരം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടി സ്ഥിതി സംഹാരം. ബ്രഹ്മാവ് ഉണ്ടായതാണെങ്കിൽ ബ്രഹ്മാവിന് മരണമുണ്ട്. ജാതസ്യ ധ്രുവവും മൃത്യുഹു. ജനിച്ചാൽ മരണം നിശ്ചയം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിശ്ചയമായി വരുന്നത് മരണം. അനിശ്ചിതത്വമുള്ളത് മരണം. ഇതെപ്പോ വരും എന്നറിയില്ല കേട്ടോ. ജനിച്ചു എന്നതുകൊണ്ട് മരണം നിശ്ചയമാണ്, പക്ഷെ ഇതെപ്പം മരണം വരും എന്നറിയില്ല. ലോകത്തിൽ 800 കോടി ആളുകൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു. അതിൽ 60,000 ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. സൈലന്റ് അറ്റാക്കിലും മറ്റു രോഗങ്ങൾ കൊണ്ടും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ 60,000 ആളുകൾ പെർ ഡേ ഭൂമിയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ പ്രാധാന്യതയാണ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു എന്നത് സത്യമാണ്, നാളെ രാവിലെ എഴുന്നേൽക്കും എന്നത് വിശ്വാസമാണ്. കാരണം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന 60,000 ആളുകൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല. അതൊരു സത്യമാണ്. അവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണ്. നാളെ എഴുന്നേൽക്കും എന്നത് വിശ്വാസമാണ്. വിശ്വാസം, ശാസ്ത്രം, യുക്തി, ഇത് മൂന്നും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണെന്ന് ഞാൻ പിന്നാലെ വരാം. ഞാൻ പറഞ്ഞു വന്നത് 4 ടൈപ്പ് ഹിന്ദുക്കളെ കുറിച്ചാണ്. അഭിമാനിയായ ഹിന്ദു, അച്ഛനും അമ്മയും ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദുവായി തീർന്ന ഹിന്ദു, ഹിന്ദു എന്ന് കോളത്തിൽ പൂരിപ്പിച്ചിട്ട് ഹിന്ദു വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹിന്ദു, 4മത്തേത് ഞാൻ ഒരിക്കലും ഹിന്ദു അല്ല എന്ന് പ്രഖ്യാപിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായ ഹിന്ദുക്കൾ. ഇത് 4ഉം നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ കാണാം. 4 ടൈപ്പ് ഹിന്ദുക്കളെയും ഭാരതത്തിലും കേരളത്തിലും കാണാം. നമുക്ക് എന്താണ് ഹിന്ദുത്വം എന്ന് ഒന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ, ഏറ്റവും പഴക്കം ചെന്ന, ജീവിച്ചിരിക്കുന്ന സംസ്കാരമാണ് ഹിന്ദുത്വം. ഗ്രീക്ക്, റോം, ഈജിപ്ത്, മെസപ്പൊട്ടോമിയ, ബാബിലോണിയ, ഈ ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നും അവശേഷിക്കുന്നില്ല. റോമാ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിച്ചു. ഈജിപ്ത് ഇസ്ലാമിക രാജ്യമായി. മെസപ്പൊട്ടോമിയ ഇന്നത്തെ ഇറാനും ഇറാഖും തമ്മിലടിക്കുക. എന്നാൽ ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷക്കാലത്ത് നിരന്തര വൈദേശിക ആക്രമണത്തിന് പാത്രീഭൂതമായ ഒരു മണ്ണാണ് ഭാരതം. അതായത് മാസിഡോണിയയിലെ അലക്സാണ്ടർ BC 326 നമ്മുടെ നാടിനെ ആക്രമിച്ചു. പക്ഷെ ഹിന്ദുത്വം തകർന്നില്ല. പിന്നീട് യവനന്മാര്, ശാകന്മാര്, ഹോണന്മാര്, കുശാനന്മാർ, കുറെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നു. അവർ അറ്റാക്ക് ചെയ്തു. നമ്മൾ തകർന്നില്ല. 700 വർഷക്കാലത്തെ ഇസ്ലാമിക രാജാക്കന്മാരുടെ പടയോട്ടം. അയോധ്യ, കാശി, മധുര തകർത്തു. 30,000-ൽ പരം ക്ഷേത്രങ്ങൾ തകർത്തു. 40 ലക്ഷത്തോളം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. 700 വർഷക്കാലം നീണ്ടുനിന്ന നിരന്തരമായ ഇസ്ലാമിക ടെററിസ്റ്റ് ആക്രമണം. ഇന്ന് സോവിയറ്റ് റഷ്യയിലും ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിലും തകർന്നു പോയില്ല ഭാരതം. ഡച്ചുകാര്, പോർച്ചുഗീസുകാര്, തുർക്കികൾ 947-ൽ സായിപ്പ് ഈ മണ്ണ് വിട്ടു പോകുന്നതുവരെ ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷക്കാലത്ത് നിരന്തര വൈദേശിക ആക്രമണത്തിന് പാത്രീഭൂതമായ മണ്ണിൽ ഇന്നും ഹിമാലയത്തിൽ ജീവിക്കുന്നവൻ, കന്യാകുമാരിയിൽ ജീവിക്കുന്നവനെ കാണുമ്പോൾ നമസ്തേ എന്ന് പറയും. അയാൾക്ക് തിരിച്ചു മറുപടി നമസ്തേ തന്നെയാണ് കേട്ടോ. ജയ് റാം. മറുപടി എന്താ? സീതാറാം. കന്യാകുമാരി ദേവിയെ കുറിച്ച് കേട്ടിട്ടില്ല? തപസ് ചെയ്യുന്നത് ആരെയാണ്? കൈലാസനാഥനെ. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതം എന്നും ഏകരാഷ്ട്രമാണ്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു മരിച്ചാൽ മോക്ഷം കിട്ടണമെങ്കിൽ എവിടെ പോയി മരിക്കണം? കാശിയിൽ. അയോധ്യയിൽ ജനിച്ച രാമൻ പിതൃതർപ്പണം നടത്തിയത് എവിടെയാ?
ഇങ്ങ് രാമേശ്വരത്ത് നമ്മുടെ കേരളത്തിൽ ഈ പത്തനംതിട്ട ജില്ലക്കാർ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്, സീതത്തോട്. സീതാദേവി കുളിച്ച സ്ഥലം. വനവാസ സമയത്ത് ഇങ്ങ് കേരളത്തിലെ പത്തനംതിട്ട വരെ ആരെത്തി എന്ന് പറയും നമ്മുടെ വിശ്വാസത്തില്? സീതാദേവി എത്തി. വയനാട് ജില്ലക്കാരുണ്ടോ എന്നറിയില്ല. വയനാട് ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്, പാണ്ഡവൻ പാറ. പാണ്ഡവന്മാരിരുന്ന സ്ഥലം. അവിടെ ലവകുശ ക്ഷേത്രമുണ്ട്, ലവനും കുശനും ക്ഷേത്രമുണ്ട്. നോക്കൂ, ഈ ഭാരതം എന്നും ഐതിഹ്യത്തിൽ ഏകമാണ്. ഇപ്പൊ നമ്മൾ രാമനെ കാണാൻ വേണ്ടി എത്ര പേരെ എൻ്റെ ഒക്കെ നടന്നു പോകുന്നെന്ന് അറിയാം. ഞങ്ങൾക്ക് ഗ്രാമത്തിലുള്ള എത്രയോ സ്ത്രീ പുരുഷന്മാര് രാമനെ കണ്ടുവരികയാണ്. എവിടെയാ രാമൻ ജനിച്ചത്? ഇന്നത്തെ ഉത്തർപ്രദേശിൽ അയോധ്യ, ഇവിടുന്ന് 2000 കിലോമീറ്റർ അകലെ. പക്ഷെ ആ രാമൻ ആര്? രാമന്റെ ഭാര്യയുടെ പേരെന്ത്? രാമന്റെ മക്കളുടെ പേരെന്ത്? രാമന്റെ അച്ഛന്റെ അമ്മയുടെ പേരെന്ത്? സഹോദരങ്ങളുടെ പേരെന്ത്? ഒക്കെ എല്ലാവർക്കും ബൈഹാർട്ടാ. എന്തുകൊണ്ട്? ഭരണാധികാരികൾ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ രാമൻ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. രാമൻ എന്നും എക്കാലവും നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നു. ഇതാണ് സംസ്കാരത്തിന്റെ ചിഹ്നം. അതാണ് സനാതന ധർമ്മം അഥവാ ഹിന്ദുത്വം. ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്തത്. അതാണ് സനാതനം എന്ന വാക്കിന്റെ അർത്ഥം. ഒരിക്കലും നാശമില്ലാത്തത്. നിങ്ങൾ ആര് പരിശ്രമിച്ചാലും, നിങ്ങളല്ല കേട്ടോ, മറ്റു പലരും പുറത്തുള്ള ആര് പരിശ്രമിച്ചാലും ഇതിനെ തകർക്കാൻ കഴിയില്ല. കാരണം സത്യത്തെ തകർക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. പാണ്ഡവന്മാർ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ, കൗരവന്മാർ 100 പേരുണ്ടായിരുന്നു. അവർ അധർമ്മികളായിരുന്നു. ആര് ജയിച്ചു? 5 പേര് ജയിച്ചു. സത്യത്തെ മൂടി വെക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് ഹിന്ദുത്വം സത്യമാണ്. എല്ലാവരെയും സ്വീകരിക്കുന്ന, ഓൺലി എന്നൊരിക്കലും പറയാത്ത, ഓൾസോ എന്ന് പറയുന്ന, എന്റേത് മാത്രം ശരിയെന്ന് പറയാത്ത, നിന്റേതും ശരിയാണെന്ന് പറയുന്ന, എന്റെ മതത്തിൽ എത്ര നന്മകളുണ്ടോ അത്രയും നന്മകൾ നിന്റെ മതത്തിലുമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആ വിശാലമായ കാഴ്ചപ്പാടിന്റെ പേരാണ് സനാതന ധർമ്മം അഥവാ ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. ഇതൊക്കെ ഒരു കുടുംബമാണ്. കൃണുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര. മനുഷ്യനെ കാഫിറുകൾ എന്ന് വിളിച്ചിട്ടില്ല, പാപികളെ എന്ന് വിളിക്കാറില്ല. മനുഷ്യനെ വിശ്വാസിയും അവിശ്വാസിയുമായിട്ട് വേർതിരിച്ചിട്ടില്ല. എനിക്ക് രാമനെ വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് രാമനെ നിഷേധിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടാവണം. എനിക്ക് അമ്പലത്തിൽ പോകുവാൻ സ്വാതന്ത്ര്യമുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാതിരിക്കുവാനും ക്ഷേത്രത്തെ വിമർശിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടാകണം. അത് പൗരന്റെ അവകാശമാണത്. ഒരു മതഗ്രന്ഥത്തിൽ 1000 കൊല്ലം മുമ്പ് നീ വിശ്വാസിയാകണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കണ്ണടച്ച് സ്വീകരിച്ച് വിശ്വാസിയാവേണ്ടവനല്ല ഹിന്ദു. ചോദ്യങ്ങൾ ചോദിക്കണം. ഇതും ഗീതാശാസ്ത്രം, സർവവേദാർത്ഥ സാരസംഗ്രഹം. സകല വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. 18 അധ്യായം 700 ശ്ലോകം. അതിൽ അവസാനത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിൽ 63ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു, അർജുന, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ. അല്ലയോ അർജുന, നീ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വശാസ്ത്രങ്ങളെ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്, വിശ്വസിക്കരുത്. വിമർശതൈതശേഷേണ യഥേച്ഛസി തഥാ ഗുരു. വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ നീ പഠിക്കണം, എന്നിട്ട് ശരിയെ സ്വീകരിക്കണം, തെറ്റിനെ തള്ളിക്കളയണം. ഇതാണ് ഹിന്ദുത്വം. ശരി സ്വീകരിക്കണം, തെറ്റിനെ തള്ളിക്കളയണം. ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞാലും അവിടെയാണ് ഹിന്ദുക്കളായ നമ്മുടെ അടിസ്ഥാന പ്രമാണം വേദം. വേദം എന്ന വാക്കിന്റെ അർത്ഥം അറിവ്. അപ്പൊ ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ പേരെന്താ? അറിവ്. അനാദിയായ ഈ വേദത്തെ കൃഷ്ണദ്വൈപായനൻ, കൃഷ്ണൻ കറുത്ത വർണ്ണത്തോടൊത്തവൻ, ദ്വൈപായനൻ ദ്വീപിൽ ജനിച്ചവൻ, പരാശരൻ എന്ന മഹർഷിക്ക് സത്യവതി എന്ന മുക്കുവ സ്ത്രീയിൽ ഉണ്ടായ മകൻ വേദങ്ങളെ ഗാനത്തിന്റെയും ഗദ്യത്തിന്റെയും പദ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ 4ആയി വേർതിരിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതാണ് വേദ സമുച്ചയം. ഈ 4 വേദങ്ങൾക്ക് 5 ഉപവേദങ്ങൾ ഉണ്ടായി. ഈ 5 ഉപവേദങ്ങളും വേദങ്ങളും ചേർന്ന് പഠിക്കുവാൻ വേണ്ടി വേദാംഗങ്ങൾ ഉണ്ടായി. ശിക്ഷ, കൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം. ഇതാണ് വേദാംഗങ്ങൾ. അങ്ങനെ 6, 5, 11, 11, 4, 15 ശാഖകൾ ചേരുന്ന ആ സമുച്ചയമാണ് വേദം. പഠിച്ചെടുക്കാൻ ഒരു 2-3 മനുഷ്യജന്മം വേണ്ടി വരും. അത്ര പരന്നു കിടക്കുകയാണ് ഹിന്ദുത്വം. നോക്കൂ, ക്രിസ്ത്യാനിക്കും മുസ്ലിമിനൊക്കെ ഓരോ പുസ്തകം. അതുകൊണ്ട് ലോകത്തുള്ള ബഹളവും വലുതാണ്. നോക്കൂ, 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ നാട്ടിലുണ്ടാവും. ഒരു ദൈവത്തിന്റെ പേരിൽ സംഘർഷമില്ല.
ഒരു ഗ്രന്ഥത്തിന്റെ പേരിലും സംഘർഷങ്ങളില്ല. അവിടെയാണ് ഈ വിശാലതയാണ് ഹിന്ദുത്വം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ചെല്ലുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഹിന്ദുത്വം ഒരു കാടാണ്. കാടിന്റെ പ്രത്യേകത എന്താണ്? വൈവിധ്യമാണ്. അവിടെ മരങ്ങളുണ്ട്, കിളികളുണ്ട്, അരുവികളുണ്ട്, വ്യത്യസ്ത തരം വൃക്ഷങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം ഫോറസ്റ്റ് കാണാൻ വളരെ ഇഷ്ടമാണല്ലേ. പക്ഷെ തോട്ടത്തിന്റെ പ്രത്യേകത എന്താ? തേയിലത്തോട്ടത്തിൽ തേയില മാത്രം, റബ്ബർ തോട്ടത്തിൽ റബ്ബർ മാത്രം. മതങ്ങൾ തോട്ടങ്ങളാണെങ്കിൽ ഹിന്ദുത്വം വനമാണ്. വൈവിധ്യമാണ് ഹിന്ദുധർമ്മത്തിന്റെ സവിശേഷത. അതെല്ലാത്തിനെയും അംഗീകരിക്കുന്നു, എല്ലാത്തിനെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് നാം അഭിമാനത്തോടുകൂടി ഹിന്ദു ആവണം. അഭിമാനത്തോടുകൂടി ഹിന്ദു ആയവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണല്ലോ ഈ വൈകിയ വേളയിലും നമ്മളെല്ലാം, വൈകിയ വേള എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ വൈകിയ വേളയിലും നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്. സനാതനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു, ഒരിക്കലും നശിക്കാത്തത്. ഒരിക്കലും നശിക്കാത്തായിട്ട് ലോകത്ത് എന്തുണ്ട്? അതാണ് സത്യം, ഒരിക്കലും നശിക്കാത്തത്. ആ സത്യത്തെയാണ് ഭാരതം ഈശ്വര സ്വരൂപത്തിൽ കാണുന്നത്. ഈശ്വരൻ ആരാധനയില്ല, ഈശ്വരൻ ഒരിടത്തും ആരാധനയില്ല. ഈശ്വരൻ അമ്പലങ്ങളുടെ ആവശ്യമില്ല, ഈശ്വരന് വിഗ്രഹങ്ങളും ആവശ്യമില്ല. എന്താണ് ഈശ്വരൻ? ഈശ്വരൻ സർവവ്യാപിയാണ്, സർവചരാചരങ്ങളിലും വസിക്കുന്നവനാണ്. മണ്ണിലും പിന്നിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. യേശുദാസ് പാടിയത് കേട്ടിട്ടില്ല? ഈശാവസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരൻ വസിക്കുന്നു എവിടെ? പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും തത്വമസി, അത് നിന്നിലും. അഹം ബ്രഹ്മാസ്മി, അത് എന്നിലും. എന്നിലും നിന്നിലും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരൻ ഏകനാകുന്നു എന്ന് പറയുന്നതാണ് ഹിന്ദുവിന്റെ പരമോന്നതമായ തലം. അതിന്റെ പേരാണ് അദ്വൈതം. ആ അദ്വൈതമാണ് വേദം. അതായത് നിങ്ങൾക്ക് ആരാധനാലയങ്ങളുടെ ആവശ്യമില്ല, പ്രത്യേക പൂജയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളുടെ ആവശ്യമില്ല. അതിനെല്ലാം അതിജീവിച്ച വേദാന്തി. അതൊക്കെ 1% ഉണ്ടാവില്ല കേട്ടോ, സമൂഹത്തിൽ 1% ഉണ്ടാവില്ല. അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് വേദാന്തികൾ. ഈ ഇന്നലെ വേദം പഠിക്കാൻ പോയിട്ട് ഇന്ന് ഹിന്ദുവിനെ വിമർശിക്കുന്നവരുണ്ട്. അതൊന്നും വേദാന്തികളല്ലെന്നേ. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്, വേദം പഠിക്കാൻ പോയി ഒരാഴ്ച കഴിഞ്ഞാൽ എന്തിനാണ് നിലവിളക്ക് വെക്കുന്നത്, എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നവന്മാരുണ്ട്. അവർക്ക് വേദം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. വേദം പരമോന്നതമായ തലമാണ്. ഒരാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നു എന്ന് കരുതി 1ാം ക്ലാസ് വിഡിത്തമാണെന്ന് പറയാൻ പാടുണ്ടോ? അയാൾ 1ാം ക്ലാസ്സിലൂടെയാണ് ഈ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് എത്തിയത്. 1ാം ക്ലാസ്സിൽ എപ്പോഴും കുട്ടികളുണ്ടാവും. ഞാൻ പഠിച്ച 1ാം ക്ലാസ്സിൽ ഇപ്പോഴും കുട്ടികളുണ്ട്. ഞാൻ MA പഠിക്കുന്നു എന്ന് കരുതി 1ാം ക്ലാസ് വിഡിത്തമാകുന്നില്ല. ഞാൻ കടന്നു വന്ന വഴികളിലൂടെ അനേകമായിരം ആളുകൾക്ക് സഞ്ചരിക്കുവാനുള്ളത് കൊണ്ട് ഹിന്ദുക്കൾ അവന്റെ ഗ്രന്ഥ സമുച്ചയത്തെ ഒരു 4-5 സ്റ്റെപ്പുകളാക്കി. അതിൽ ആദ്യത്തേതാണ് പുരാണങ്ങൾ. പുരാണങ്ങൾ എന്ന് പറയുന്നത് 18 പുരാണങ്ങളാണ്, കഥകളാണ്, ഭാവാത്മകങ്ങളായ കഥകൾ. ആമയും മുയലും പന്തയം വെച്ചു. അവിടെയാണോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവോ ഭൂമിയിൽ? നമ്മൾ കേട്ട 1ാം ക്ലാസ്സിൽ പഠിച്ച കഥയാണ് ആമയും മുയലും പന്തയം വെച്ചു. അതിൽ നമ്മളൊരു തത്വത്തെ മനസ്സിലാക്കണം. എന്താണ് ആ തത്വം? ശക്തിയിൽ അഹങ്കരിച്ച മുയലിന് നിസ്സാരനായ ആമയോട് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഇതുപോലെ 1.5 ലക്ഷത്തോളം കഥകളുടെ സമാഹാരമാണ് പുരാണങ്ങൾ. എല്ലാം സത്യത്തിന്റെ വിജയം, ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും വിജയത്തെ ഉദ്ഘോഷിക്കുന്ന ഭാവാത്മകങ്ങളായ കഥകളുടെ സമന്വയ രൂപമാണ് പുരാണങ്ങൾ. പുരാണങ്ങൾ കഴിഞ്ഞാൽ 2 ഇതിഹാസം. ഏതൊക്കെ ഇതിഹാസം? ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ സംഭവിച്ചത്. ആരൊക്കെയാ സംഭവിച്ചത്? രാമനും കൃഷ്ണനും. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ SFIക്കാർ പറയും രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ രാമനും കൃഷ്ണനും വിരുദ്ധരായിരുന്നു. ഇവന്മാർ പറയുന്നത് കേട്ടിട്ട് സത്യമാണെന്ന് കരുതി കേട്ടോ. നമ്മുടെ മക്കൾക്ക് അത് പറ്റരുത്, ഒരിക്കലും പറ്റരുത്. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നവർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വെച്ചു, ഈ യേശു മുഹമ്മദോ? അതിൽ തൊട്ട് കളിക്കരുത് കേട്ടോ, അതുണ്ടായിരുന്നു. യേശു മുഹമ്മദും ഉണ്ടായിരുന്നു, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. ഹിന്ദുക്കളോട് ഹിന്ദുക്കൾ പറഞ്ഞു തന്ന തത്വങ്ങളാണ് ഇതൊക്കെ. രാമനും കൃഷ്ണനും ഇവിടെ സംഭവിച്ചു. കൃഷ്ണൻ 5100 വർഷങ്ങൾക്ക് മുമ്പും രാമൻ അതിനു മുമ്പും, ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും. രാമൻ എന്ന വാക്കിന്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. രാമായണം എന്നാൽ രാമന്റെ അയനം, അയനം എന്നാൽ യാത്ര. രാമന്റെ ജീവിതത്തിലൂടെ 24,000 ശ്ലോകങ്ങളിൽ 7 കാണ്ഡങ്ങളിലുള്ള യാത്രയാണ് രാമായണം. മഹാഭാരതം 18 പർവ്വങ്ങളിൽ 1,25,000 ശ്ലോകങ്ങളിലൂടെ ധർമ്മത്തിലൂടെ കൃഷ്ണനിലൂടെയുള്ള യാത്രയാണ്. അപ്പൊ ഇതിഹാസം ഇവിടെ സംഭവിച്ചത്. അപ്പോൾ പുരാണം കഴിഞ്ഞാൽ ഇതിഹാസം.
അവിടുന്ന് അടുത്ത സ്റ്റെപ്പാണ് ഉപനിഷത്തുക്കൾ. 108 ഉപനിഷത്തുകളുണ്ട്. അതിൽ ദശോപനിഷത്തുക്കളാണ്, 10 ഉപനിഷത്തുകളാണ് പ്രധാനം. ഉപനിഷത്ത് അടുത്തിരുന്ന് പഠിച്ചത്, ഗുരുമുഖത്ത് നിന്ന് കേട്ടു പഠിച്ചത്, സംശയങ്ങൾ. ഈ ഉപനിഷത്തുകളുടെ ഏറ്റവും, നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത പ്രസ്താവനകളല്ല, ചോദ്യോത്തരങ്ങളാണ്. ശിഷ്യനോട് ഗുരു ചോദിക്കുന്നു, ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്നു, തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകുന്നു, ആശയ സംവാദങ്ങൾ ഉണ്ടാകുന്നു. ഭഗവത്ഗീത വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തർക്കങ്ങളല്ലേ? എത്ര മനോഹരമായ തർക്കമാണ് അവിടെ. അർജുനന് സമ്മതിച്ചു കൊടുക്കുന്നുമില്ല, ഭഗവാൻ പറഞ്ഞു തന്നു. അവസാനമാണ് അർജുനന് ബോധോദയം ഉണ്ടാകുന്നത്. അതിന് 18 അധ്യായം എടുത്തു. നോക്കൂ, ഈ ഭഗവത്ഗീതയിലെ 11ാമത്തെ അധ്യായം വിശ്വരൂപ ദർശനാണ്. എന്റെ പൊന്നുമോനെ അർജുന, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട് ഭഗവാൻ സ്വന്തം രൂപം തന്നെ കാണിച്ചു കൊടുത്തു, വിശ്വരൂപം. എന്നിട്ടും അർജുന് കാര്യം മനസ്സിലായില്ല. അർജുനൻ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. മൂപ്പർക്ക് മനസ്സിലായത് 11ാമത്തെ അധ്യായവും കഴിഞ്ഞിട്ട് വീണ്ടും 7 അധ്യായം പറയേണ്ടി വന്നു. 18 അധ്യായങ്ങളാണോ ഈ ഗീതയിലുള്ളത്? നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവനാണ് ഹിന്ദു. അല്ലാതെ മതഗ്രന്ഥം പറയുന്നു ചത്താൽ സ്വർഗത്തിലെത്തും, സ്വർഗത്തിൽ നിന്നെ കാത്ത് കുറെ ഹൂറിമാരുണ്ട്, അപ്സരസുകളുണ്ട്, അതിനുവേണ്ടി പൊട്ടിത്തെറിച്ച് ചാകുക. നോ, ഇതൊന്നും ഹിന്ദുവേ അല്ല. നിങ്ങൾ ഒരിക്കലും അന്ധവിശ്വാസിയാകരുത്. നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷെ എല്ലാത്തിനും ചോദ്യത്തിൽ ചോദിച്ചാൽ മറുപടി ഒന്നും ഉണ്ടാവില്ല. നോക്കൂ, ഈ ഭൂമി നിലനിൽക്കുന്ന എവിടെയാണ്? ഈ ഭൂമി എവിടെയാ നിലനിൽക്കുന്നത്? ഭൂമി ആകാശത്തിലാണ് അല്ലേ? നിങ്ങൾ UK ഭൂമിയോ അമേരിക്കയിലെ ഭൂമിയോ ഒക്കെ ഭൂമി ഒന്നല്ലേ ഉള്ളൂ. ഈ ഭൂമി നിലനിൽക്കുന്ന ആകാശത്തിലാണ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു, അതിവേഗം സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. ഏതിലൂടെ? ആകാശത്തിലൂടെ. ആകാശത്തിലൂടെ അതിവേഗം കറങ്ങുന്ന ഒരു ഗോളത്തിലാണ് നിങ്ങളും ഞാനുള്ളത്. ഇങ്ങനെയുള്ള ഒരു സൗരയൂഥമാണ് നമ്മൾ. ആ സൗരയൂഥത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, 9 ഗ്രഹങ്ങൾ. ഇതിൽ 3ാമനാണ് നമ്മൾ. അപ്പൊ നമ്മൾ ആകാശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിശ്വത്തിന് ഹിന്ദുക്കൾ ഒരു പേര് വിളിച്ചു, ബ്രഹ്മാണ്ഡം. കേട്ടിട്ടില്ലേ ബ്രഹ്മാണ്ഡം? അത് ഈ വിശ്വത്തിന്റെ പേരായിരുന്നു. ഈ വിശ്വത്തിന് ഹിന്ദു കൊടുത്ത പേരായിരുന്നു ബ്രഹ്മാണ്ഡം. അങ്ങനെ ഈ സനാതന ധർമ്മം എല്ലാത്തിനെയും ഉൾക്കൊണ്ടു, എല്ലാത്തിനെയും സ്വാംശീകരിച്ചു, എല്ലാവരെയും സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കിയതാണ് നമ്മുടെ മഹത്തായ ഗ്രന്ഥങ്ങൾ ഓരോന്നും എന്ന് ഹിന്ദുക്കൾ അറിയണം. ആ ഗ്രന്ഥങ്ങളിൽ അഭിമാനമുള്ളവരായി തീരണം. അത് പഠിക്കണം, അത് ആചരിക്കണം, അത് പ്രചരിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ പാഠശാല, സനാതന ധർമ്മോ പാഠശാലയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ടീമിന്റെ കൂട്ടായ്മയാണത്. എന്തുകൊണ്ട്? കേരളത്തിൽ 2014 സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതാണ് ആത്മഹത്യയിൽ 95% ഹിന്ദു ആകുന്നത്. അവന് പുസ്തകമില്ലാഞ്ഞിട്ടാ? അവന് ദൈവങ്ങളില്ലാഞ്ഞിട്ടാ? അല്ല, അവന് ഗുരുക്കന്മാരില്ലാഞ്ഞിട്ടാ? ഇതൊന്നും മറച്ചു നോക്കിയില്ല. അപ്പൊ നമ്മളെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വ്യത്യസ്തമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കമ്പനികളിൽ ജോലി ചെയ്യുന്നു, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു, പലതുമാണ്. നമ്മളെല്ലാം ഭാഗ്യവശാൽ ഭാരതഭൂമിയിൽ ജനിച്ചവരാണ്. പക്ഷെ നമ്മുടെ നാടിന്റെ വ്യത്യസ്തമായ അവസ്ഥകൾ കൊണ്ട്, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ട്, എൻ്റെ നാട്ടിൽ നിന്നും ആദ്യമായിട്ട് ഹജ്ജിന് പോയ ഹാജിയാർ എന്നോട് പറഞ്ഞു, 965 ഞാൻ ആദ്യമായിട്ട് ഹജ്ജിന് സൗദി അറേബ്യയിൽ പോയത്. അന്ന് ഞാൻ സൗദി അറേബ്യയിൽ ചെല്ലുമ്പോൾ ഒരു ഇന്ത്യൻ മണിക്ക് 14 രൂപ കിട്ടുമായിരുന്നു. ഒരു ഇന്ത്യൻ റുപ്പീസിന് 14 രൂപ കിട്ടുമായിരുന്നു. അത്രമാത്രം മഹത്തരമായിരുന്നു നമ്മുടെ ഭാരതം. എപ്പോഴാണ് നിങ്ങളും നമ്മുടെ നാട്ടിലെ ആൾ ഗൾഫിലേക്കൊക്കെ പോകാൻ തുടങ്ങിയത്? ഒരു 40 വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ നാട് കൃത്യമായ പന്ഥാവിൽ ചരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഭാരതത്തെ ഒരിക്കലും തൽക്കാലം ഉപേക്ഷിക്കേണ്ടി വരില്ലായിരുന്നു. ഭാരതം നിങ്ങളാരും ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാ ഉള്ളിൽ നിറയെ ഭാരതമുണ്ട്, എനിക്കറിയാം. കാരണം ഇവിടെ നിന്ന് വിടുമ്പോഴാണ് ഹിന്ദു സ്ട്രോങ് ആവുക. എന്താണെന്നറിയില്ല, മലയാളം അങ്ങോട്ട് വിടണം. അപ്പൊ കാരണം ഞങ്ങൾ ഈ മുംബൈയിൽ ചെന്ന് കഴിഞ്ഞാലും, പൂനെയിൽ ചെന്നാലും, ഗുജറാത്തിൽ ചെന്ന് കഴിഞ്ഞാലും മലയാളികളുടെ സമാജവും, ഇപ്പം ഞങ്ങൾ ക്ലാസ്സുകൾ ഇന്ത്യയുടെ ഭാരതത്തിന് പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ക്ലാസ്സുകളുണ്ട്. നെതർലൻഡിലെ ക്ലാസ്സൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ്. അവർക്ക് വളരെ സ്ട്രോങ് ആണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ മഹത്വം പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഈ മണ്ണിന് പുറത്തേക്ക് പോകുമ്പോഴാണ്. അത്രമാത്രം ഫ്രീഡമുള്ള ഒരു ജനത, അത്രമാത്രം വൈവിധ്യങ്ങളുള്ള ഒരു രാഷ്ട്രം. ഈ രാഷ്ട്രത്തെ കൃത്യമായിട്ട് മുന്നോട്ട് നയിക്കുവാൻ
പലർക്കും കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ നിലവിലെ പ്രധാനമന്ത്രിക്ക് ആ ദീർഘമായ ഒരു വീക്ഷണമുള്ളത് കൊണ്ട് രാജ്യം വളരെ വേഗം കുതിക്കുകയാണ്. 5ാം സ്ഥാനത്ത് ലോക സാമ്പത്തിക ശക്തിയിലേക്ക് ഭാരതം വന്നു. 3ാം സ്ഥാനത്തേക്ക് വരും. 2047 ഭാരതം 1ാം സ്ഥാനത്തേക്ക് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും വിസ ചോദിച്ച് ഇങ്ങോട്ട് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഇവിടെ ശമ്പളം കിട്ടുമെങ്കിൽ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ 1 രൂപ ഇപ്പം അവിടെ ഒന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ സാമ്പത്തിക കാര്യങ്ങളാണല്ലോ നമ്മളെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ബേസ്. കാരണം വരുമാനമുള്ളവൻ ഗൃഹസ്ഥാശ്രമിയാണ്, കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഒരു വരുമാനം. അതുകൊണ്ടാണ് നമ്മൾ കുബേരനെ ആരാധിച്ചു. നമ്മൾ എന്തുകൊണ്ടാണ് കുബേരനെ ആരാധിച്ചത്? നമ്മുടെ ഒരു ദൈവത്തിന്റെ പേര് തന്നെ കുബേരൻ എന്നാണ്, വൈശ്രവണൻ. ഈ ആരാധനയിൽ നിന്നും ഈ ഒരു പഠനത്തിൽ നിന്നും നമ്മൾ പോയിട്ട് മറ്റ് പല ഇസങ്ങളും JNU പ്ലാൻ ചെയ്ത വിദ്യാഭ്യാസവും ഒക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് പലർക്കും നാട് വിടേണ്ടി വന്നത്. അതെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നവഭാരതം, നഷ്ടപ്പെട്ടു പോയ തൻ്റെ പൈതൃകത്തെ, പാരമ്പര്യത്തെ തിരിച്ചറിഞ്ഞ ഒരു ഭാരതം. ആ ഭാരതത്തെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ ഭാരതീയൻ ലോകത്ത് എവിടെ ജീവിച്ച് ഏത് കോണിലാവട്ടെ, ഒരു ഇന്ത്യക്കാരന് അമേരിക്കയിൽ വലിയ സ്ഥാനമുണ്ട്. അമേരിക്കയിൽ ഡോക്ടേഴ്സിൽ 2% ഹിന്ദു നമ്മുടെ മലയാളീസ് അല്ലേ? ഒരു കോൾ വന്ന് കട്ടായി പോയതാണ്. അമേരിക്കൻ ഡോക്ടേഴ്സിൽ 1% മലയാളീസാണ്. 1% എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, നേഴ്സുമാര് എല്ലാം ഭാരതീയരാണ്. എന്തുകൊണ്ടാ? ഭാരതത്തിന്റെ തലച്ചോറിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എപ്പോഴാ? 1493. 1493 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത്. മൂപ്പര് അമേരിക്ക കണ്ടുപിടിക്കാൻ പോയതൊന്നുമല്ല കേട്ടോ. ഭാരതത്തെ കണ്ടുപിടിക്കുവാനുള്ള യാത്രക്കിടയിൽ അബദ്ധവശാൽ കണ്ടെത്തിയ ലാൻഡിന്റെ പേരാണ് അമേരിക്ക. അമേരിക്കക്കാർക്ക് കൊളംബസ് കൊടുത്ത പേര് റെഡ് ഇന്ത്യൻസ് എന്നായിരുന്നു. ഫാഹിയാൻ എന്ന് പറയുന്ന സഞ്ചാരി 2000 വർഷം മുമ്പ് ഭാരതത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചു, ഭാരതത്തിലെ വീടുകൾക്ക് വാതിലുകൾ ആവശ്യമില്ല, ഭക്ഷണം വിൽക്കുന്നത് പാപമായി കരുതപ്പെട്ട രാഷ്ട്രം, എത്ര സുന്ദരിയായ സ്ത്രീക്കും സർവാഭരണ വിഭൂഷിതയായിട്ട് ഏത് അർദ്ധരാത്രിയിലും സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രം. ഇതൊക്കെ ആയിരുന്നു നമ്മൾ. പലതും നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതോരും തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കണമെങ്കിൽ നിങ്ങളും ഞാനും നമ്മുടെ പൈതൃകത്തിൽ, പാരമ്പര്യത്തിൽ, പൂർവികന്മാരിൽ അഭിമാനമുള്ളവരായിരിക്കണം. അതുകൊണ്ട് നേരത്തെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിച്ചവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഹിന്ദു ആയവരും 1ാമത്തെയും 2ാമത്തെയും ഹിന്ദുക്കളാണ് ഇതിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പം നമുക്ക് പഠിക്കാം. ഒരു ദിവസം അരമണിക്കൂർ ഹിന്ദുവിനെ കേൾക്കുക. ഏതെങ്കിലും നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൾച്ചറൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവിടെ ഉണ്ടാവില്ലേ, വായിക്കുക. കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഒരു ദിവസം മരണം വരും. നമ്മൾ ജനിച്ചു, മരിച്ചു, അതിനിടയിൽ ജീവിതമുണ്ട്. ആ ജീവിതം മനുഷ്യനായി മാറുന്നത് മനനം ചെയ്യുവാനുള്ള കഴിവാണ്. ചിന്താശേഷിയുള്ളവൻ മനുഷ്യൻ. ആകാശത്തിൽ പറവയെ പോലെ സഞ്ചരിക്കുവാനും ജലത്തിൽ മത്സ്യത്തെ പോലെ സഞ്ചരിക്കുവാനും ചന്ദ്രനിലേക്ക് പേടകമയക്കുവാനും ചൊവ്വയിൽ പോയിട്ട് എന്തുണ്ടെന്ന് അന്വേഷിക്കുവാനും അവനെ പ്രാപ്തനാക്കുന്നത് എന്താണ്? തലച്ചോർ. അവിടെയാണ് ആ വിശാലമായ കാഴ്ചപ്പാട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകിയ നമ്മുടെ സനാതന ധർമ്മം അഥവാ ഹിന്ദുത്വം. അതിനെക്കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവാനുള്ള, അറിയുവാനുള്ള നിങ്ങളുടെ ഈ ഒരു പരിശ്രമത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിത് തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്തിന് 1-2 പരിപാടികൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ എവിടെയും ഹിന്ദുവിനെ അറിയണമെന്ന് താല്പര്യമുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഹിന്ദുധർമ്മത്തെ അറിയുവാനും ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അംഗങ്ങളുടെ എണ്ണവും കൂടി വരികയാണ്. അപ്പം നമുക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും 30 കൊല്ലം മുമ്പുള്ള ഹിന്ദു അല്ല ഇന്നത്തെ ഹിന്ദു, തിരിച്ചറിവുള്ള ഹിന്ദുവാണ്. ആ തിരിച്ചറിവ്, ഒരു കയ്യിൽ താമരയുണ്ടെങ്കിൽ മറു കയ്യിൽ വാളും ഗദയും കുന്തവും നമ്മുടെ എല്ലാ ദൈവങ്ങൾക്കും ഉണ്ട്. ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് ശക്തിയും സത്യവും ഒരുപോലെ ഉപയോഗിക്കണം. മഹാവിഷ്ണുവിനെ അറിയില്ലേ? ഭഗവാനിന് എത്ര കൈയുണ്ട്? 4 കൈയുണ്ട്. 1ാമത്തെ കയ്യിൽ ശംഖ്. ശംഖ് വേദാന്തമാണ്. 2ാമത്തെ കയ്യിൽ ചക്രം, അസ്ത്രമാണ്, ആയുധമാണ്. 3ാമത്തെ കയ്യിൽ ഗദ, ശസ്ത്രമാണ്. അസ്ത്രവും ശസ്ത്രവും കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധങ്ങളെ ശസ്ത്രം, ദൂരെ ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങളെ അസ്ത്രം എന്ന് പറയും.
നാലാമത്തെ കയ്യിൽ എന്തുണ്ട്? താമരയുണ്ട്. താമര വളരെ ചെളിയിലാണ്, പക്ഷെ ചെളി താമരയെ ബാധിക്കുന്നില്ല. താമര ചെടിയിൽ വളരുമ്പോഴും ചെളിയുടെ യാതൊരു ദുർഗുണങ്ങളും താമരയെ ബാധിക്കുന്നില്ല. അപ്പൊ വിഷ്ണുവിന്റെ 4 കൈകൾ 4 തത്വങ്ങളെ പ്രദാനം ചെയ്യുന്നു. ശംഖ് വേദാന്തം. ശംഖ് ഒരു ജലജീവിയാണ്. ഉള്ളിൽ നിന്ന് മാംസത്തെ ഉപേക്ഷിച്ചു. ശംഖൂതിയപ്പോൾ വേദം, അതായത് ഓംകാരം പുറത്തേക്ക് വന്നു. ചലനം നിരന്തരമായ കർമ്മമാണ്. ചക്രം നിരന്തരമായ ചലനമാണ്. മൂന്നാമത്തേത് ഗദ. സകല പ്രതിസന്ധികളെയും തച്ചുടക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, അതിനെല്ലാം തച്ചുടക്കണം ഗദയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് എവിടെയാ? കാരാഗ്രഹത്തിൽ. അമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടില്ല. 6 മാസം പ്രായമുള്ളപ്പോൾ പൂതന മുല കൊടുത്തു കൊല്ലാൻ വന്നു. ഭഗവാൻ അവളെ മുല കുടിച്ചു എന്ന് കളഞ്ഞു. അങ്ങനെ വേടന്റെ അമ്പേറ്റ് ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ഭഗവാൻ കരഞ്ഞിട്ടില്ല. പ്രതിസന്ധികൾ ജീവിതത്തിൽ ധാരാളം ഉണ്ടാവും. അതിനെ തച്ചുടക്കുവാനുള്ള ഗദയും കയ്യിൽ കൊണ്ടു നടക്കണം. ആ ഗദയുടെ പേരാണ് മനസ്സ്. മനസ്സ് പവർഫുൾ ആയിരിക്കണം. ഏത് പ്രതിസന്ധികളെയും തച്ചുടക്കുവാൻ കഴിയുന്ന ഗദയാണ് ഭഗവാൻ. നാലാമത്തേത് ഏതാണ്? താമര. താമര വളരുന്നത് എവിടെയാണ്? ചെളിയിലാണ്. പക്ഷെ ചെളിയുടെ യാതൊരു ദുർഗുണങ്ങളും താമരയെ സ്പർശിക്കുന്നില്ല. നാം ലോകത്തിൽ എവിടെ ജീവിച്ചു കൊള്ളട്ടെ, എവിടെ നാം ജീവിക്കുമ്പോഴും നാം ഒരു ഭാരതീയനാണ് എന്ന ബോധത്തിൽ ആ നാടിന്റെ പോസിറ്റീവിനെല്ലാം നമ്മൾ സ്വീകരിക്കണം. ആ നാടിനെ എത്രമാത്രം ഉയർത്തുവാൻ കഴിയും. അപ്പം ഭാരതീയൻ എവിടെ ചെന്നാലും, ഒരു ഹിന്ദു എവിടെ ചെന്നാലും അവൻ എന്താണ് സ്ഥാനം? ഹിന്ദു ഒരിക്കലും ആ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കില്ല. ആ രാഷ്ട്രത്തിന് പണി കൊടുക്കുവാൻ ഒരു ഹിന്ദുവും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്വീകരിക്കുവാൻ ആ ജനത തയ്യാറാണ്. കാരണം നമ്മളെ പോറ്റി വളർത്തുന്ന പോറ്റമ്മയാണ് ഇന്ന് നിങ്ങൾ വസിക്കുന്ന ഈ നാട്. ആ നാടിന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കണം. ആ നാടിന്റെ നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത്. ആ നാടിനെ എത്രമാത്രം ഉയരത്തിൽ കൊണ്ടുപോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ നാം ജനിച്ചത് ഭാരതത്തിലാണ്, എനിക്കൊരു പെറ്റമ്മയുണ്ട് എന്ന ബോധത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങൾക്കെല്ലാം അമ്മമാരുടെ അല്ല, അവിടെ അമ്മമാർ അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മെ നൊന്തു പ്രസവിച്ച അമ്മയെ പോലെ തന്നെയാണ് ജനനീ ജന്മഭൂമി സ്വർഗാദപി ഗിരീസി. രാമന്റെ ഏറ്റവും വലിയ ഉപദേശമാണ് ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പെറ്റമ്മയ്ക്ക് സ്ഥാനമുണ്ടോ അത്ര തന്നെ സ്ഥാനം മാതൃഭൂമിക്കും ഉണ്ടാവണം. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ മണ്ണിന്റെ അമ്മയാണ്, ഞാൻ ഈ മണ്ണിന്റെ മകനാണെന്ന് ലോകത്തിൽ എവിടെ പോയാലും നമ്മുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതേ കമ്മിറ്റ്മെന്റ് നമ്മളെ പോറ്റുന്ന ആ മണ്ണിനോടും നമുക്കുണ്ടാവണം. അപ്പൊ നിങ്ങൾക്കെല്ലാം 2 അമ്മയുണ്ട്. ഏതൊക്കെയാണ്? പെറ്റമ്മയും പോറ്റമ്മയും. രണ്ടിനും തുല്യ പ്രാധാന്യം ഉണ്ടാവണം. പക്ഷേ നമ്മൾ ജനിച്ചത് ഇവിടെയാണ്, നാം ജീവിക്കേണ്ടത് അവിടെയാണെങ്കിലും ഇവിടെയാണ് മരിക്കേണ്ടത്. കാരണം ഇതാണ് നമ്മുടെ മാതൃഭൂമി. ആ ബോധത്തിൽ നമുക്ക് അവിടെ ജീവിക്കാം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, ഒരുപാട് പണത്തെ സമ്പാദിക്കാം. രാവിലെ എഴുന്നേറ്റ് കൈവെള്ളയെ കണി കാണാൻ പറഞ്ഞു. എന്താ മന്ത്രം? കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. ആദ്യം ലക്ഷ്മിയാണ്. അതുകൊണ്ടാണ് 10,000 അംബാനിമാർക്ക് തുല്യമുള്ളൊരു ദൈവമുണ്ട് നമുക്ക്. ആരാ? വൈശ്രവണൻ അഥവാ കുബേരൻ. അതുകൊണ്ട് ധനത്തെ ആരാധിക്കണം. ധനം എത്രയും ഉണ്ടാകണം, 10 തലമുറക്കുള്ളത് ഉണ്ടാകണം. അച്ഛൻ മരിച്ചു, ബാങ്ക് ബാലൻസ് 10 കോടി. എൻ്റെ അച്ഛനല്ല കേട്ടോ, ഞാൻ വേറെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബാങ്ക് ബാലൻസ് 10 കോടി, മക്കൾ 2 പേർ 5 കോടി വെച്ച് വീതിച്ചെടുത്തു. ഹാപ്പി ആയിരിക്കും എല്ലാവരും. അച്ഛൻ മരിച്ചു, അടുത്ത ആഴ്ച ജപ്തി നോട്ടീസ്, ബാങ്കിലെ കടത്തിന്റെ നോട്ടീസ്. എന്തായിരിക്കും? അപ്പൊ നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്രമാത്രം പണം സമ്പാദിക്കാൻ കഴിയുമോ അതാണ് ലക്ഷ്മി ആരാധിക്കാൻ പറയുന്നത്. രണ്ടാമത് സരസ്വതിയാണ്. നമുക്ക് അറിവാണ്. ലോകത്തിലെ ഏറ്റവും മഹത്തരമായ അറിവ് ധനം എന്ന് പറയുന്ന അറിവാണ്. വിസ്ഡം ഈസ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് റിച്ചസ് എന്ന് സോക്രട്ടീസ് പറഞ്ഞത്. ആരും മോഷ്ടിക്കില്ല, കൊടുക്കും തോറും വളരും, ജീവിതാന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് തുണയാകും. ഏതാണ്? ശരിയായ നോളജ്, അറിവ്. ഈ അറിവാണ് വേദം, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങളെല്ലാം ആത്യന്തികമായി മനുഷ്യൻ അറിയേണ്ട അറിവുകളാണ്. അപ്പൊ ഇതിനെല്ലാം കൂട്ടിക്കുഴച്ച് നമ്മുടെ തലത്തിനനുസരിച്ചുള്ള ഗ്രന്ഥത്തെ തിരഞ്ഞെടുത്ത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇതൊരു തുടക്കമാകട്ടെ. മുന്നോട്ടുള്ള പ്രയാണത്തിൽ വല്ലപ്പോഴും നമുക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും പേരെ കണ്ടതിൽ വളരെ വളരെ സന്തോഷം. എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.